നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇക്കണോമിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിലെ ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ആണിത്. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിന് മുൻപത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വരിക. അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് തുല്യതാ പഠിതാക്കൾക്കും 100% ഉപകരിക്കുന്ന ക്ലാസ്സാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 6ാമത്തെ ചാപ്റ്റർ മുതലുള്ളതാണ്. ഇന്ത്യൻ എക്കോണമിയുടെ 6ാമത്തെ ചാപ്റ്റർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ: 1. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി ആൻഡ് ഫാമേഴ്സ് ആണ്. അതായത് കാർഷിക മേഖല അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഗ്രാമങ്ങളിൽ കർഷകർ നേരിടുന്ന അല്ലെങ്കിൽ ഫാമേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് 4 മാർക്കിൻ്റെ ഒരു ചോദ്യം. അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട വായ്പാ വിതരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമങ്ങളിൽ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പ്രധാന വായ്പാ വിപണന സംവിധാനങ്ങൾ, വായ്പാ വിതരണ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതും 4 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. അതുപോലെ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, അത് ഈ മോഡൽ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, അതായത് നമ്മുടെ കാർഷിക വിപണനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി, കാർഷിക വിപണനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ട് പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട നയങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിൻ്റെ ചോദ്യം. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്എ വരെ ചോദിക്കാൻ സാധ്യത കാണുന്നൊരു ചോദ്യമാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ എസ്എ അല്ലെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക്, ഈ ഇത്രയും മാർക്കിന് ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് ഫാമിംഗ് സെക്ടർ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നടപ്പിലാക്കുന്നത്. 3 തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് വൈവിധ്യവൽക്കരണം എന്നുള്ളതാണ്. കൃഷിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് വൈവിധ്യവൽക്കരണം. അത് 3 തരത്തിലുണ്ട്. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ക്രോപ്സ് ആണ്, ഡൈവേഴ്സിഫിക്കേഷൻ അലൈഡ് ആക്ടിവിറ്റീസ് ആണ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് നോൺ ഫാം ജോബ്സ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും മാത്രം എഴുതിയാൽ നമുക്കതൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. പക്ഷേ അതൊരു എസ്സേ ആയി പോകണമെന്നുണ്ടെങ്കിൽ അനിമൽ ഹസ്ബൻഡറി, അതിൽ കുറേ ഘടകങ്ങൾ വരുന്നുണ്ട്. അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, അതുപോലെ തന്നെ ഫിഷറീസ് ഉണ്ട്, ഹോർട്ടിക്കൾച്ചർ ഉണ്ട്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടി അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ മാത്രമാണ് അതൊരു എസ്സേ അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ചോദ്യത്തിനുള്ള ആൻസറായി മാറുന്നുള്ളൂ. അത് കൃത്യമായിട്ട് പഠിക്കണം, നിർബന്ധമായിട്ട് നിങ്ങളത് പഠിക്കണം. അതുപോലെ ബെനിഫിറ്റ്സ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്, അതുപോലെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എന്താണ്, അതായത് ജൈവകൃഷി എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതുപോലെ ലിമിറ്റേഷൻസ് എന്താണ്. ജൈവകൃഷി എന്താണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിക്കുക, അതും ചോദ്യം വരുന്നുണ്ട്. ദോഷങ്ങൾ സാധാരണ ചോദിക്കാറില്ല. ജൈവകൃഷി എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം കണ്ടിട്ടുള്ളത്. ഓക്കെ, 6ാമത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ദെൻ 7ാമത്തെ ചാപ്റ്റർ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഞാൻ നേരത്തെ നമുക്ക് 2ാമത്തെ ചാപ്റ്ററിൽ ഞാനൊരു എംപ്ലോയീസിനെ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിലെ എംപ്ലോയീസിനെ തരംതിരിക്കുന്ന ഒരു കാര്യം, ഒരു ബോക്സ് തന്നിരുന്ന കാര്യം പറഞ്ഞു. ആ ബോക്സ് ഇവിടെയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. അതായത് പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കും. അതായത് തൊഴിൽപരമായ ഘടനയല്ല, തൊഴിലിൽ ജനപങ്കാളിത്തം എന്നാണ്. തൊഴിൽ ജനപങ്കാളിത്തം, പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെൻറ്റിൻ്റെ സമവാക്യം ചിലപ്പം വർക്കേഴ്സ്, പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് തരും, അതുപോലെ പോപ്പുലേഷൻ തരും. എന്നിട്ട് നമ്മളോട് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കാണാൻ പറയും. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. അതായത് തൊഴിൽ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് തൊഴിലെടുക്കുന്ന
തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെ രാജ്യത്തിലെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുകയും 100 കൊണ്ട് ഗുണിക്കുകയും ചെയ്താൽ കിട്ടുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ അല്ലെങ്കിൽ തൊഴിൽ ജനപങ്കാളിത്തം എന്ന് പറയുന്നത്. അത് മോഡൽ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ഈ ചോദ്യം വന്നതാണ്. അതുപോലെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ടേബിൾ തന്നിരുന്നു. ആ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതായത് റൂറൽ സെക്ടറിലും അർബൻ സെക്ടറിലും വർക്ക് ചെയ്യുന്ന മെൻ വിമൻ ആളുകളുടെ എണ്ണം തരും, അതിന് ടോട്ടൽ തരും. ആ ടോട്ടൽ തന്നിട്ട് ആ ടോട്ടലിനെ വെച്ചുകൊണ്ട് നമ്മളോട് എന്ത് പറയും, അതിലൊരു വിവരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ടേബിൾ ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് കൃത്യമായിട്ടുണ്ട്. ഏഴാമത്തെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് ആ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുതന്നെ ഈ ടേബിൾ ചോദിക്കുകയാണെങ്കിൽ ഈ ടേബിൾ തന്നെ ചോദിക്കുള്ളൂ, വേറെ ഒന്നും ചോദിക്കില്ല. മനസ്സിലാക്കുക. ഓക്കെ, വർക്കർ പോപ്പുലേഷൻ റേഷ്യോയുമായി ബന്ധപ്പെട്ട് ഒരു ടേബിൾ നിങ്ങൾക്ക് വിവരിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ തന്നെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് അവിടെ 4 പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പഠിക്കുക. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട തൊഴിലാളികൾ ആരൊക്കെയാണെന്നുള്ളത്, സെൽഫ് എംപ്ലോയിഡ് തൊഴിലാളികളുണ്ട്, റെഗുലർ സാലറീഡ് എംപ്ലോയീസ് ഉണ്ട്, കാഷ്വൽ വർക്കേഴ്സ് ഉണ്ട്. ഈ 3 തൊഴിലാളികളുടെയും പ്രത്യേകതകൾ പഠിക്കണം. ഓക്കെ, റെഗുലർ സാലറീഡ് എംപ്ലോയീസ്, കാഷ്വൽ വർക്കേഴ്സ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് വർക്കേഴ്സ്, അത് ആരൊക്കെയാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അത് നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് വീണ്ടും നമ്മളത് പഠിച്ചു വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ചാപ്റ്ററിൽ. ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സും അതുപോലെ തന്നെ ഈ അവർ ഏതിലാണ് ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ റെഗുലർ സാലറീഡ് എംപ്ലോയീസ്, കാഷ്വൽ വർക്കേഴ്സ്, ഇവരാണല്ലോ ഈ പറഞ്ഞ ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്നുള്ളതിൽ വരുന്നത്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ അതൊന്ന് പഠിച്ചു വെക്കണം. ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ തരംതിരിക്കാൻ വേണ്ടി ചോദിക്കും. താഴെ തന്നിരിക്കുന്നവയെ ഫോർമൽ സെക്ടർ, സംഘടിത മേഖല, അസംഘടിത മേഖല, തൊഴിലാളികൾ എന്നിങ്ങനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം വന്നേക്കാം. കൃത്യമായിട്ട് അതൊന്ന് വായിച്ചു നോക്കി പോകണം. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വിവിധ തരം അൺഎംപ്ലോയ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, വൺ വേർഡ് ചോദിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. പ്രത്യക്ഷ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് അതായത് കാലിക തൊഴിലില്ലായ്മ, പിന്നെ ഘടനാപരമായ തൊഴിലില്ലായ്മ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ്, വിവിധ തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്. പരീക്ഷയ്ക്ക് വൺ വേർഡ് ചോദിച്ചത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മ ഏതാണെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പിന്നെ അതിൻ്റെ സോഴ്സ്, ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആരാണെന്നുള്ള ചോദ്യമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് ഇന്ത്യയിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് NSSO ഉണ്ട്, അതുപോലെ തന്നെ SCI അതായത് RCI അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഓഫ് സെൻസസ് ഓഫ് ഇന്ത്യ, പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. 7ാമത്തെ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി 8ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിലീറ്റഡ് ആണ്, ഒഴിവാക്കിയതാണ്, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. 9ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്നുള്ളതാണ് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നമ്മൾ പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അതായത് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതിൽ എന്താണ് ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദിക്കാവുന്നതാണ്. 4 പോയിൻ്റ് ഉണ്ട്. അത് 4 പോയിൻ്റ് എഴുതിയാൽ 2 മാർക്കും കിട്ടും, 4 പോയിൻ്റ് എഴുതിയാൽ 4 മാർക്കും കിട്ടും. അങ്ങനെ 2 ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്, അതൊന്ന് ഓർത്ത് പഠിക്കണം. സപ്ലൈസ് റിസോഴ്സസ്, അസിമുലേറ്റ്സ് വേസ്റ്റ്, സസ്റ്റെയിൻ ലൈഫ്, പിന്നെ പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ് എന്നുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. പിന്നെ എൻവയോൺമെൻറ്റ് മാത്രം എന്താണെന്ന് ചോദിക്കാം, ബയോട്ടിക് അബയോട്ടിക് അത് തരംതിരിക്കാനൊക്കെ ചോദിക്കാം. അതായത് ജൈവികം അജൈവികം തരംതിരിക്കാൻ വേണ്ടി ചോദിക്കാം. പിന്നെ ഗ്ലോബൽ വാർമിംഗ് ഒന്ന് പഠിച്ചു വെക്കണം. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കോസസ് എന്താണ്, അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണ്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കോസസ്, എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ആഗോളതാപനം ഉണ്ടാവുന്നത്, അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്. അതേ ഇമ്പോർട്ടൻസിൽ തന്നെ പഠിക്കുക. ഓസോൺ ഡിപ്ലീഷൻ എന്താണ്, ഓസോൺ ഡിപ്ലീഷൻ എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട ചില സമ്മേളനങ്ങളുണ്ട്, അത് ഇല്ലാതാക്കാൻ വേണ്ടി ചില സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്, അതെന്താണെന്ന് പഠിക്കുക. പിന്നെ ഈ ലാൻഡ് ഡീഗ്രഡേഷൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്, അതായത് എങ്ങനെയാണ് മണ്ണ് നശീകരണം അല്ലെങ്കിൽ മണ്ണ് നശിക്കുന്നത് എങ്ങനെയാണ്, ലാൻഡ് ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി പോകണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ വാട്ടർ പൊല്യൂഷനൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, അതൊരു എസ്സേ ടൈപ്പ് ചോദ്യമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്. ഓക്കെ, അതായത് എന്താണ് പിന്നെ സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, അത് ഒരു എസ്സേ ആണ്,
കൃത്യമായിട്ട് പഠിക്കണം. അത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളത് കണ്ട് പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററാണ് 10ാമത്തെ കമ്പാരറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഹർ നൈബേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇന്ത്യയും അയൽ രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക വികസനാനുഭവങ്ങളാണ്. ഇതിൽ നമുക്ക് സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ചൈനയുമായി കണക്ട് ചെയ്ത് മാത്രമാണ്. ചൈന നടപ്പിലാക്കിയുള്ള പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമാണ് ഇവിടെ ചോദിക്കുക. ചൈന നടപ്പിലാക്കിയ പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് HDI എന്താണ്, HDIയുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിക്കുക. പിന്നെ ഇതിൽ ചില്ലറ വൺ വേർഡിന് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പിന്നെ ചൈനയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയിൽ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പരിഷ്കാരങ്ങൾ ഉണ്ടല്ലോ. അതായത് കമ്മ്യൂൺ സിസ്റ്റം, അതുപോലെ ഗ്രേറ്റ് പ്രോളിറ്റേറിയൻ സാംസ്കാരിക വിപ്ലവം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ വൺ വേർഡിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ചൈനയിൽ നടപ്പിലാക്കിയ പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. HDI പഠിക്കുക. HDI റാങ്ക്, ഓക്കെ, 3 രാജ്യങ്ങളിൽ HDI റാങ്ക് ഒന്ന് ഓർമ്മയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്, ചൈനയുടെ റാങ്ക് എത്രയാണ്, പാകിസ്ഥാൻ്റെ റാങ്ക് എത്രയാണെന്നുള്ളത് അത് ബുക്കിലുള്ളത് പഠിച്ചാൽ മതി. ഓക്കെ, ഈ സമകാലിക റാങ്ക് ഒന്നും ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ബുക്ക് റിവൈസ് ചെയ്യാത്തതുകൊണ്ട് പഴയത് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് പുതിയത് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കി പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്ന് ഇമ്പോർട്ടൻസ് പറയാനുള്ളത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ ചോദ്യങ്ങളല്ലാതെ മറ്റൊരു ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. അത് ഗ്യാരൻറ്റീഡ് ആണ്. ഇത് മാത്രം നിങ്ങൾ പഠിക്കുക. A+ മുകളിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് കൂടെ പഠിക്കാനുണ്ട്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് ആണ്. അവിടെ നമുക്ക് 8 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ 8 ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.